സൗഖ്യവും പ്രത്യാശയും നൽകും വചനം സ്വീകരിക്കൂ. ഈ ദിവസങ്ങളിലൊക്കെ പല രൂപതകളിൽ നിന്നും വളരെ കൗതുകമുള്ള, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിങ്ങനെയാണ്, ബൈബിള് കൈകൊണ്ട് ചിലരൊക്കെ എഴുതി തുടങ്ങി. അത് പണ്ടൊക്കെ 1-2 പേരൊക്കെ ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തു തുടങ്ങി. ചില ഇടവകൾ ഒരുമിച്ച് ചെയ്തു തുടങ്ങി, ചില രൂപതകൾ ഒരുമിച്ച് ചെയ്തു തുടങ്ങി. അപ്പോൾ പലരും ബൈബിളിൽ കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവരുടെ കൈപ്പിഴ എഴുതി, കൈയെഴുത്ത് ബൈബിൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് എഴുതി 1-2 പേരുടെ എക്സ്പീരിയൻസൊക്കെ വളരെ റിച്ചാണ്. അവർ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് ആ എഴുതി തീരും മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അനുഭവം കിട്ടുന്ന ഒരു വാർത്തയായിട്ട് പലരും പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. ചില രൂപതകളൊക്കെ ഇങ്ങനെ എഴുതിയവരുടെ സംഗമമൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഒത്തിരി കൗതുകമുള്ളൊരു കാര്യമാണ്, ഒത്തിരി സന്തോഷം നിറയുന്നൊരു കാര്യമാണ്. അതങ്ങനെ ഇരിക്കെ തന്നെ യേശു ഒരു ചോദ്യം എന്തോ സുവിശേഷം ചോദിക്കും. ചോദ്യം ഇതാണ്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യല്ലേ, അതവിടെ ഇരിക്കട്ടെ, പക്ഷേ നിങ്ങളെൻ്റെ വചനം പാലിക്കുന്നുണ്ടോ? എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ചോദ്യം. നമ്മൾ ഒത്തിരി വചനവുമായി ബന്ധപ്പെട്ട് വചനത്തോട് ചേർന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഇപ്പോൾ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി ഓരോ വൈദികരും സന്യസ്തരും അൽമായരൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ മൈൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വചനത്തിൽ ജീവിക്കുന്നുണ്ടോ? അതാണ് യേശു ചോദിക്കുന്നത്. എൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ മണൽപ്പുറത്ത് ഭവനം പണിതത് പോലെയാണ്. ഒരു കാറ്റടിച്ചാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ അത് തകർന്നു പോകും. എന്നാൽ പാറപ്പുറത്ത് പണിത ചില ഭവനങ്ങളുണ്ട്, ചില ജീവിതങ്ങളുണ്ട്, വചനത്തിൻ്റെ മേൽ പണിത ചില മനുഷ്യരുണ്ട്. അവരുടെ പ്രത്യേകത, കാറ്റും കോളും വെള്ളപ്പൊക്കം എന്തുണ്ടായാലും അവർ തകരില്ല. കാരണം അവരടിയുറച്ച് നിൽക്കുന്നത് വചനത്തിലാണ്, അവർ ജീവിക്കുന്നത് വചനത്തിലാണ്. ഇത് ചോദ്യം ഇതാണ്: ബൈബിൾ വായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, വചനങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ളതല്ല. ആ വചനങ്ങൾ, ആ വായിച്ച വചനങ്ങൾ, ആ എഴുതിയ വചനങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ വചനം മാംസമായി എന്ന് പറഞ്ഞിട്ടാണ്. വേർഡ് ബിക്കം ഫ്ലഷ്. ഈ വചനം മാംസം ധരിക്കുന്നത് നമ്മളിലൂടെയാണ്, നമ്മുടെ രക്തത്തിലൂടെയാണ്, നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളൊക്കെ ചോദിക്കേണ്ട ചോദ്യം, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്? ഒരു സുവിശേഷം എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു 180-200 പേജുകളാണ് സുവിശേഷത്തിൻ്റെ മുഴുവനായും കാണപ്പെടുക. അതിൽ പലതും ആവർത്തനമാണ്. 4 സുവിശേഷകന്മാരും എഴുതിയതിൽ പലതും ആവർത്തനമാണ്. ഈ ആവർത്തനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നോക്കിയാൽ 50-80 പേജിനും ഇടയ്ക്കാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് യേശു പറഞ്ഞത് എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കുറഞ്ഞ വാക്കുകളിൽ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കണമെന്നൊക്കെ ക്രിസ്തു പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ? ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചൊക്കെ ക്രിസ്തു വാചാലനായപ്പോൾ എവിടേക്കോ ഈ വചനം നമ്മൾ ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. കേട്ട കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ജീവിക്കുമ്പോൾ ഈ വചനത്തിന് കുറച്ചും കൂടി മാംസം ധരിക്കും. ആ മാംസം കുറച്ചും കൂടി സൗന്ദര്യമുള്ളതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥൻ്റെ തിരുമുൻപിലായി സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം.
സാന്ത്വനം നൽകിടും വചനം കേൾക്കാനണഞ്ഞിടുവിൻ. നിങ്ങൾക്ക് സാന്ത്വനം നൽകിടും വചനം കേൾക്കാനണഞ്ഞിടുവിൻ. നിരാശയിൽ കഴിയുന്നവരെ, രോഗികളായി കരയുന്നവരെ, നിത്യനിരാശയിൽ കഴിയുന്നവരെ, രോഗികളായി കരയുന്നവരെ, നിങ്ങൾക്ക് സൗഖ്യവും പ്രത്യാശയും നൽകും വചനം സ്വീകരിക്കൂ. നിങ്ങൾക്ക് സൗഖ്യവും പ്രത്യാശയും നൽകും വചനം സ്വീകരിക്കൂ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥന്റെ തിരുമുൻപിലായിന്ന് സ്തുതിഗീതമാലപിക്കൂ.